Welcome to my comparison review of Big Boss Agni Parisha, Telugu, Malayalam, Kannada and Tamil. അപ്പോൾ നമുക്ക് കന്നഡയിൽ നിന്ന് തുടങ്ങാം. കന്നഡയിൽ ഇന്നത്തെ ടാസ്കിൽ ഇത് ഓഗസ്റ്റ് 24 അല്ലേ, ഓഗസ്റ്റ് 24 ഇന്ന് നമ്മൾ ആദ്യം ലീഡർ ബോർഡ് കാണിക്കുന്നു. ലീഡർ ബോർഡ് കാണിച്ചിട്ട് അവിടെ ചന്ദൻ ഷെട്ടിയുടെ ടീം റെഡ് ടീമാണ്. അപ്പോൾ അവരെ ആദ്യം വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് അവരുടെ അടുത്ത് ഓൺ റാങ്കിങ് പറയാൻ പറയുന്നു. ഓൺ റാങ്കിങ് പറയുമ്പോൾ അതിനകത്ത് രണ്ട് സഹാനയും ചരൺ ഷെട്ടിയും ഒന്നാമത്തെ പ്ലേസിലും അനന്യയും കുമാരിയും രണ്ടാമത്തെ പ്ലേസിലും നിൽക്കുന്നു. അപ്പോൾ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദമൊക്കെ ചെയ്യുന്നുണ്ട്. ഫൈനലി ക്യാപ്റ്റൻ്റെ ഡിസിഷനാണ് ഫൈനൽ എന്ന് പറയുന്നു. ക്യാപ്റ്റൻ ഓരോരുത്തർക്കും ഓരോ സ്ഥാനം അസൈൻ ചെയ്യുന്നു. അത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കന്നഡ റിവ്യൂ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട് കേട്ടോ, നിങ്ങളതൊന്ന് പോയി കാണണേ. രണ്ടാമത് ശ്രുതിൻ്റെ ടീമിനെ യെല്ലോ ടീമിനെ വിളിക്കുന്നു. യെല്ലോ ടീമിൽ അവർ 3 പേരല്ലേ ശ്രുതിൻ്റെ ടീമിലുള്ളൂ. ആ 3 പേരും ഒന്നാം സ്ഥാനത്ത് ഞങ്ങളാണെന്ന് പറഞ്ഞ് വാദിക്കുന്നു. ക്യാപ്റ്റൻ വന്നിട്ട് അസൈൻ ചെയ്യുന്നു. അതിനകത്ത് ക്യാപ്റ്റൻ ഒരാളിനെ അസൈൻ തേർഡ് പ്ലേസിൽ അസൈൻ ചെയ്തപ്പം ഈഷയെ തേർഡ് പ്ലേസിൽ അസൈൻ ചെയ്തപ്പം ഈഷ അത് എനിക്ക് തേർഡല്ല എന്ന് വാദിക്കുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് സ്വാപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ റീസൺ ഉണ്ടെങ്കിൽ, വാലിഡ് റീസൺ ഉണ്ടെങ്കിൽ പറ്റുമോ എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ഈഷയെ 2ാം സ്ഥാനത്തേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇവർക്ക് 2 പേർക്കുമാണ് ഫസ്റ്റ് ടാസ്ക് കൊടുക്കുന്നത്. ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാസ്കിൻ്റെ പേര് ഗിരാനെ ഗിരാനെ. ഇതാണ് ടാസ്കിൻ്റെ പേര്. 2 പേർക്ക് മാത്രമേ ടാസ്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിലൊരു ഒരു ബോർഡുണ്ട്. ആ ഒരു ബോർഡിനകത്ത് ബോർഡിൽ ഒരു വൈറ്റ് മാർക്കുണ്ട്. വൈറ്റ് മാർക്കിൻ്റെ അവിടെ ഒരു വലിയൊരു ബോൾ വെച്ചിട്ട് ആ ബോൾ കൈ യൂസ് ചെയ്യാതെ തല കൊണ്ട് ഇങ്ങനെ നെറ്റി കൊണ്ട് ഇങ്ങനെ തിരിച്ച് ആ ബോൾ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഡ്രമ്മിലിടണം. ആദ്യത്തെ ആൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ രണ്ടാമത്തെ ആൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 5-6 ബോളുണ്ട്. ഇതാണ് ഗെയിം, ഇതാണ് ടാസ്ക്, ഇതാണ്. അപ്പോൾ ഗേൾസിന് കളിക്കാൻ കുറച്ചൊരു ഇതുണ്ടായിരുന്നു, റിസ്ക്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബോയ്സിൻ്റെ റേഞ്ചിലാണ് അത്, ആ ഹൈറ്റിലാണ് അത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗേൾസിൻ്റെ ഹൈറ്റും മാച്ച് ആവാത്ത, പിന്നെ ഹെയറിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാലൊക്കെ കളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് 2 പേരും ഗേൾസാണ് കുറച്ച് ലേറ്റ് ആക്കിയത് ഡ്രമ്മിലിടാൻ വേണ്ടിയിട്ട്. ഇതിൽ ശ്രുതിയുടെ ടീമാണ് വിൻ ചെയ്യുന്നത്. ഇനി രണ്ടാമത് വന്നിട്ട് ടീം വിനയ് വേഴ്സസ് സംഗീത. ഇതിൽ ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു സംഗീതയുടെ ബ്ലൂ ടീമാണ് ആനെയാണ് ആദ്യം വിളിച്ചത്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. അതിനകത്തൊരു വൈറ്റ് ബോർഡും മാർക്കറും കൊടുത്തിട്ടുണ്ട്. ഇതിൽ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ പറയണം. അതിൽ 3 എണ്ണം ശരിയായിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് 1 പോയിന്റ് കിട്ടും. 2 എണ്ണം ശരിയായിട്ടുള്ളെങ്കിൽ 0 ആണ്. അതിൽ താഴെയാണ് അല്ലെങ്കിൽ ഒന്നോ ആരെങ്കിലും ആൻസർ എഴുതാതിരുന്നാലോ അവർക്ക് കിട്ടുന്നത് -1 ആണ്. അപ്പോൾ ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഇതിനകത്ത് സംഗീതയുടെ ടീം അതിൽ ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളുടെ ടീമിലെ കോമഡി പീസ് ആരാണ്, സുലൈൻ ആരാണ്, ക്യാപ്റ്റൻ ആവാൻ യോഗ്യതയില്ലാത്ത ആളാരാണ്, അതുപോലെ ലക്ക് കൊണ്ട് വന്ന കണ്ടസ്റ്റൻ്റ് ആരാണ്, നെക്സ്റ്റ് എലിമിനേഷനിൽ പുറത്താവുന്നത് ആരാണ്, ഇത്രയാണ്. അതുപോലെ ബേർഡൻ ആരാണ്, ഇത്രയാണ് അവരോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. അവർ 4 പോയിന്റ് നേടി. അതിനുശേഷം വന്നിട്ട് വിനയിൻ്റെ ടീമിനോടാണ്. വിനയിൻ്റെ ടീം ഗ്രീൻ ടീമാണ് വരുന്നത്. ഗ്രീൻ ടീമിന് അറ്റൻഷൻ സീക്കർ ആരാണെന്ന് ചോദിച്ചു. അതിൽ അവർ പോയിന്റ് നേടി. ഡബിൾ ഫേസ് ഉള്ള ആളെ ചോദിച്ചു, അതിലും പോയിന്റ് നേടി. വേറെ ഒരാളെ എടുത്തതിൻ്റെ ക്രെഡിറ്റ് വേറെ ആൾ എടുക്കില്ലേ, നമ്മളങ്ങനെ പറയില്ലേ, അവൻ്റെ ക്രെഡിറ്റ് ഇവളെടുത്തു എന്ന് പറയില്ലേ, അങ്ങനെ എടുക്കുന്ന ആളാര് എന്ന് ചോദിച്ചപ്പോൾ അതിൽ ഒരാളാണ്, ഒരാളുടെ പേര് ആൻസർ ഉണ്ടായിരുന്നു. അതിൽ 2 പേരുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും അവർക്കൊരു പോയിന്റ് കിട്ടേണ്ടതായിരുന്നു. പക്ഷേ ലിഖിത്ത് ആരുടെയും പേര് എഴുതിയില്ല. അതിന് റീസൺ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ആരെയും കണ്ണിൽ പെട്ടില്ല. അപ്പോൾ ജഡ്ജസ് ഫയർ ചെയ്യുന്നുണ്ട്. വിനയ് ഗൗഡ പറയുന്നുണ്ട് ഐ ആം വെരി വെരി ഡിസപ്പോയിൻറ്റഡ് ആണ്, സീരിയസ്നെസ് ഇല്ല, ആരെയും കണ്ടില്ല എന്നൊന്നും പറയുന്നത് ആൻസർ കറക്റ്റ് അല്ല, ഒരു ടാസ്ക് തന്നാൽ അത് ചെയ്യണം എന്ന്. അപ്പോൾ അവൻ ഒരു പേര് പറഞ്ഞപ്പോൾ നിരഞ്ജൻ നേരെ ചോദിച്ചു ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നെന്ന്. ലിഖിത് ക്വസ്റ്റ്യനേ മറന്നുപോയായിരുന്നു. അതുകൊണ്ട് അവർക്ക് -1 കിട്ടി. ഈ ഒരു -1 കിട്ടിയത് കാരണം ഇവർക്ക് 2 പോയിന്റിൽ നിന്നും 1 കുറഞ്ഞു. അടുത്തത് നെഗറ്റീവ് പേഴ്സൺ ആരാണെന്ന് ചോദിച്ചു. അതിൽ 0 ആണ് കിട്ടിയത്, 0 മാർക്സ് ആണ് കിട്ടിയത്. അപ്പോൾ ഒരു ഇതുണ്ടായിരുന്നു. ഇവർക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഇവരുടെ സംഗീതയുടെ ടീമിന് ടാക്കിൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള മാർക്ക് കിട്ടിയാലേ അടുത്ത ഫൈനൽ ക്വസ്റ്റ്യൻ ചോദിക്കത്തുള്ളൂ. അപ്പോൾ ഇത് ചോദിക്കേണ്ട ആവശ്യം വന്നില്ല ഇവർക്ക്. ഇവരിവിടെ വെച്ചിട്ട് ഇവരാണ് ഫെയിലായത്.
അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നലെ കന്നഡയിലെ ടാസ്ക് പോയത്. ടാസ്ക് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇതിന്റെ ബാക്കി ഇവരെ ഡേഞ്ചർ സോണിൽ വിടുന്നതും കാര്യങ്ങളൊക്കെ നാളെ ആയിരിക്കും. അത് എടുത്ത് പറയുന്നുണ്ട്, നിങ്ങളുടെ ടീം ഡേഞ്ചർ സോണിൽ പോയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ലിഖിത് മാത്രമായിരിക്കും എന്ന് എടുത്ത് പറയുന്നുണ്ട്. ഷോ സീരിയസ് ആയി കാണാത്തവർ ഷോയിൽ വരരുതെന്ന് വിനയ് ഗൗഡ എടുത്തു പറയുന്നുണ്ട്. ശരിയാണോ? അത് നമ്മളൊരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ബെസ്റ്റ് ആണോ വേസ്റ്റ് ആണോ എന്ന് നമുക്ക് പറയാൻ കഴിയണം. നമ്മൾ ബിഗ് ബോസിലേക്കാണല്ലോ പോകുന്നത്. ഇനി വന്നിട്ട് നമുക്ക് മലയാളത്തിലേക്ക് വരാം. മലയാളത്തിൽ 12 കണ്ടസ്റ്റൻസ് ആയിരുന്നു ഇന്നലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിബേറ്റ് പോലെ ഒരു സെഷൻ ആയിരുന്നു. ഇതൊക്കെ ആദ്യം ചെയ്യേണ്ട സംഗതികളായിരുന്നു, ഇപ്പോഴാണ് ഇവർ ചെയ്യുന്നത്. എന്തായാലും നല്ല കാര്യം, ഇപ്പോഴെങ്കിലും അവർ ചെയ്തല്ലോ, അത് നല്ല കാര്യം. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്യൂക്ക് ഇമോജിയും ഒരു കിസ് ഇമോജിയും വെച്ചിട്ടുണ്ട്. ആദ്യം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്കുകൾ ചെയ്ത് കഴിഞ്ഞിട്ടല്ല, ഇവര് ആദ്യം 2 ദിവസമൊക്കെ കഴിയുമ്പോൾ തന്നെ ഇവരുടെ അടുത്ത് ഡിബേറ്റിന് വിളിക്കണമായിരുന്നു. ഡിബേറ്റ് വിളിച്ചില്ല. ഇത് വേറൊരു തരത്തിലാണ് ഡിബേറ്റ് ചെയ്തത്. ഇങ്ങനെ ഒരു ഡിബേറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് ദിവസം കൂടെ നിന്നെങ്കിലേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഈ ഒരു ടൈപ്പ് ഡിബേറ്റ് വെച്ചത്. പക്ഷേ ഈ ടൈപ്പ് അല്ലാതെ അവരുടെ പേഴ്സണാലിറ്റി വ്യക്തമാക്കാനുള്ളൊരു ഡിബേറ്റ് നേരത്തെ വെക്കണമായിരുന്നു. ഈ ഒരു ഇതിൽ പറയുന്ന ഒരു പ്യൂക്ക് ഇമോജിയും ഒരു കിസ് ഇമോജിയും വെച്ചിട്ടുണ്ട്. അതിൽ ഇഷ്ടമുള്ള ആളെയും ഇഷ്ടമില്ലാത്ത ആളെയും വിളിച്ചു നിർത്തിയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ ബാഡ്ജ് കൊടുക്കണം. ഇഷ്ടമില്ലാത്ത ആൾക്ക് പ്യൂക്ക് ഇമോജിയും ഇഷ്ടമുള്ള ആൾക്ക് കിസ് ഇമോജിയും കൊടുക്കണം. അപ്പോൾ ആ ഒരു ഡിബേറ്റ് സെഷനിലാണ് ജഡ്ജസിന് ആരോട് വേണേലും ചോദ്യം ചോദിക്കാം. അതായത് നമ്മൾ ഇവിടെ വന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ള ആളെയും ഇഷ്ടമില്ലാത്ത ആളെയും പറയുന്ന ആളോടും ചോദിക്കാം, കൂടെ നിൽക്കുന്ന 2 പേരോടും ചോദിക്കാം. അപ്പോൾ അങ്ങനെ ഒരു ഡിബേറ്റ് ആയിരുന്നു സംഭവം. അപ്പോൾ ഈ ഒരു സെഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ഡിബേറ്റ് സെഷൻ നേരത്തെ വെക്കണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അല്ലാതെ ഇഷ്ടമുള്ള ആളെ ഇഷ്ടമില്ലാത്ത ആളെയും കാര്യകാരണങ്ങൾ പറയാൻ ആദ്യത്തെ ദിവസം ഒന്നും ഇവർക്ക് പറ്റത്തില്ലല്ലോ. അപ്പോൾ പേഴ്സണാലിറ്റി അറിയാതെ ആയിരുന്നു അന്നത്. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഈ പേഴ്സണാലിറ്റി ഒക്കെ എപ്പോഴാണ് മനസ്സിലാവുന്നതെന്നൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട്. ഇപ്പോഴെങ്കിലും അവർക്ക് ബുദ്ധി ഉണ്ടായത് നന്നായി. അപ്പോൾ ഈ ആദ്യം വിളിക്കുന്നത് പൂജയാണ്. പൂജ വേഴ്സ്റ്റ് ആയിട്ട് പറഞ്ഞത് ഇഷ്ടമില്ലാത്തത് ഷ്യാമിനെ, ഇഷ്ടമുള്ളത് ഷിബിനെയും പറയുന്നു. എന്താണെന്ന് വെച്ചാൽ ഷിബിന BB മെറ്റീരിയൽ ആണെന്ന് തോന്നുന്നു എന്ന് പറയുന്നു. അപ്പം ഞാൻ എല്ലാവരെയും എടുത്ത് പറയുന്നില്ല, കാരണം എല്ലാവരെയും വിശദമായിട്ട് പറഞ്ഞത് ഞാൻ മലയാളം റിവ്യൂക്കകത്ത് ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് എനിക്ക് ഒരു റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നു. അപ്പം ഷിബിന BB മെറ്റീരിയലായി തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. ശരിയാണ്, ആ കുട്ടി വന്നപ്പോൾ തൊട്ട് തന്നെ ആ കുട്ടി വേറെ ഒരു എടുത്ത് പിടിക്കുന്നുണ്ട്. അവളുടെ ആറ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ, സംസാരമായിക്കോട്ടെ, ടാസ്കിലുള്ള ഫിസിക്കൽ ടാസ്കിൽ കുറച്ച് വീക്കാണ്, എന്നാലും ടാസ്കിലുള്ള പാർട്ടിസിപ്പേഷൻ ആയിക്കോട്ടെ, എല്ലാം കൊണ്ടും ആ കുട്ടി ഒരു BB മെറ്റീരിയലായിട്ട് നമുക്ക് വ്യൂവേഴ്സിനും തോന്നുന്നുണ്ട്. ജഡ്ജസും അത് എടുത്ത് പറയുന്നുണ്ട്. അവളെ കണ്ടപ്പോൾ തന്നെ BB മെറ്റീരിയലായി തോന്നുന്നു. സോ എൻ്റെ മനസ്സ് പറയുന്നു ഒരു ടോപ്പ് 5 അല്ലെങ്കിൽ ബിഗ് ബോസിൽ കയറാൻ യോഗ്യത നേടുന്ന ഒരാളായിട്ട് ഷിബിന മാറും എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഇനി അതിനിടയ്ക്ക് എന്തെങ്കിലും കണ്ണന്തിരിവ് കാണിച്ച് ഔട്ടാവുമോ എന്ന് അറിയത്തില്ല. പിന്നെ അതേപോലെ വേറൊരു കാര്യം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 പോയിന്റും കൂടെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് സോന ഇഷ്ടമില്ലാത്ത ആളിനെ എൽദോ എന്നും ഇഷ്ടമുള്ള ആളിനെ ശ്യാം എന്നും പറയുന്നു. എൽദോയെ ഇഷ്ടമില്ലാത്ത കാര്യം എന്താണെന്ന് പറയുന്നത് എന്ന് വെച്ചാൽ എൽദോ പെരുമ്പാവൂർകാരനായ ഒരാളാണ്. പെരുമ്പാവൂരിൻ്റെ യാതൊരു സ്ലാൻഡും എൽദോക്കില്ല. എൽദോ മുഖംമൂടി അണിഞ്ഞാണ് നിൽക്കുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് അച്ചടി ഭാഷ സംസാരിക്കുന്നു. ഈ അച്ചടി ഭാഷ സംസാരിക്കുന്നത് കൊണ്ട് എങ്ങനെയാണ് ആള് ഫേക്ക് ആണെന്ന് പറയാൻ പറ്റുക? കാരണം ഇത് ഞാൻ കുട്ടിക്കാലം മുതലേ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ എൻ്റെ നമ്മൾ ജനിച്ച നാടുണ്ടല്ലോ, നമ്മൾ ജനിച്ച നാട്ടുകാരിയെ അല്ല എന്ന് എന്നെ പരിചയപ്പെടുന്ന ഒരു 95% പേരും പറയും ആ നാട്ടുകാരി അല്ല എന്ന്. കാരണം ഞാൻ വളർന്ന സാഹചര്യങ്ങൾ, എൻ്റെ ഡാഡിയും മമ്മിയൊക്കെ നല്ല നാടൻ ഭാഷയിൽ സംസാരിക്കുന്നവരാണ് കേട്ടോ. പക്ഷേ ഞാൻ ഒരു വ്യത്യസ്തമായിട്ട് ഞാൻ അന്ന് തൊട്ടേ അച്ചടി ഭാഷയാണ് സംസാരിക്കുന്നത്. അപ്പം ഞാൻ വളർന്ന സാഹചര്യങ്ങൾ അതിനനുസരിച്ച്, അതുപോലെ നമുക്ക് ചെറുപ്പത്തിൽ കിട്ടിയിട്ടുള്ള ഞാൻ വായിക്കുമായിരുന്നു, അത് അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളും ഉള്ളത് കൊണ്ട് എങ്ങനെയോ അങ്ങനെ ആയിപ്പോയി. എൻ്റെ നാട്ടുകാർ എനിക്ക് വെച്ച പേര് പ്രിന്റർ എന്നാണ്. കാരണം അവർ പറയുന്ന ഭാഷ എനിക്കറിയാം, എൻ്റെ ബ്രെയിനിൽ അത് ഫീഡാണ്, പക്ഷേ എനിക്കത് പറയാൻ പറ്റില്ല, എൻ്റെ വായിൽ വരില്ല. ഞാനത് അച്ചടി ഭാഷയെ വായിൽ വരുള്ളൂ. അത് അങ്ങനെ ആയിപ്പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അച്ചടി ഭാഷ പക്ഷേ ആറ് സ്ലാൻഡിൽ വേണമെങ്കിലും എന്നോട് സംസാരിച്ച ഒരു 60% അവരുടെ സ്ലാൻഡിലേക്ക് ഞാൻ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവും. അതുകൊണ്ട് നമ്മളൊരു ഫേക്ക് പേഴ്സൺ ആണെന്ന് പറയുന്നത് ശരിയല്ല. നമ്മളെ അറിയാവുന്നവർക്കറിയാം നമ്മൾ ഫേക്ക് അല്ലെന്ന്. ഓക്കെ, അപ്പോൾ എനിക്ക് എന്തോ അത് റിലേറ്റ് ചെയ്ത് പറഞ്ഞപ്പോൾ എനിക്കത് എന്തോ ഫീലായി. കാര്യം അങ്ങനെ അത് അച്ചടി ഭാഷ സംസാരിക്കുന്ന ഒരാളെന്ന നിലയിൽ ഒരിക്കലും ഫേക്ക് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ആളൊരു പൊളിറ്റീഷ്യൻ ആയതുകൊണ്ട് മറ്റുള്ളവരെ പ്ലേസ് ചെയ്ത് നിർത്തുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ, നമുക്ക് വിശ്വസിക്കാമായിരുന്നു. അതുപോലെ നെക്സ്റ്റ് ഒരു താഷി വന്നിട്ട് ഷിജിനെയും ശ്യാമിനെ ഇഷ്ടമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ താഷിയുടെ പോയിന്റ്സിൽ താഷി ഒരു അട്ടർ ഫേക്ക് ആയിട്ടാണ് എനിക്കത് ഫീൽ ആയത്.
കഴിഞ്ഞ ദിവസത്തെ അവൻ്റെ ടോക്കും അതെ, അവൻ ഭയങ്കര ഫേക്കായിട്ടാണ്. ലോലീറ്റ വന്നിട്ട് ഷിജിനെയാണ് ഇഷ്ടമില്ലാത്തതെന്നും ഷിജുലാലിനെയാണ് ഏറ്റവും ഇഷ്ടമുള്ളതെന്നും പറയുന്നുണ്ട്. അപ്പോൾ ലോലീറ്റയെടുത്ത് ചോദിക്കുന്നുണ്ട്, കുറച്ച് അവളുടെ അടുത്ത് ഇങ്ങനെ ഡിബേറ്റ് ചെയ്യുന്ന സമയത്ത് അവളെ ഫേക്കായിട്ട് നിൽക്കുന്ന ആളുകളെ പറ്റി പറയുമ്പോൾ അവൾ പറയുന്നുണ്ട്, സോനയെ പറയുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോനയെ ചേച്ചി എന്ന് വിളിക്കണം. സോന ഇതിന് മുമ്പ് പറയുന്നുണ്ട് എന്നെ ചേച്ചി എന്ന് വിളിക്കുന്ന ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സോനയെ ചേച്ചി എന്ന് വിളിക്കണം, ഇല്ലെങ്കിൽ പ്രശ്നമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആ കുട്ടിയുടെ കണ്ടാലറിയാം ആ കുട്ടി പറയണത് പച്ച കള്ളമാണെന്ന്. നമ്മൾ ശരിക്കും അത് സോന ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നതെന്ന് ചോദിച്ചാൽ സോന ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. സോന ഒരു ഫേക്ക് പേഴ്സൺ ആണ്, പക്ഷെ എങ്കിൽ കൂടിയും ഇവള് ലോലീറ്റ പറയണത് ഭയങ്കര അഹങ്കാരവും അട്ടർ ഫേക്ക്. അവളുടെ വേറൊരു മുഖം ഇന്ന് കാണാൻ പറ്റി. ബോൾഡായിട്ട് നമ്മൾ കാര്യങ്ങൾ പറയുന്നതാണ് ആറ്റിറ്റ്യൂഡ്, പക്ഷെ അത് പറയുന്ന ഒരു വേ ഉണ്ട്. ആ ഒരു വേ, അവളുടെ കണ്ണും ആ സംസാരത്തിൻ്റെ ഒരു വേയും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഭയങ്കര അഹങ്കാരിയായിട്ടുള്ള ഒരു കുട്ടിയാണ്. ഓക്കെ, അഹങ്കാരി ആയതുകൊണ്ട് ബിഗ് ബോസിലേക്ക് പോകാൻ പാടില്ല എന്നൊന്നുമില്ല. പക്ഷെ അവൾ ഭയങ്കര ക്യൂട്ടായിട്ട് ഇങ്ങനെ നിന്ന് എല്ലാവരെയും പ്ലീസ് ചെയ്ത് നിൽക്കുമായിരുന്നല്ലോ. ആ ഒരു സേഫ് ഗെയിം കളിച്ച് പോകുന്നതിനിടയ്ക്ക് നമുക്ക് അവളുടെ നെഗറ്റീവ് ഫേസ് കാണാൻ പറ്റി എന്നാണ് പറയുന്നത്. ഇനി വേറൊരാളുടെ അനദർ ഫേസും കൂടെ, ഷാമോൻ ഇഷ്ടമില്ലാത്ത ആൾ സോന, ഇഷ്ടമുള്ള ആൾ ഷിജുലാലിനെയാണ് പറയുന്നത്. അതിൽ ഷാമോൻ്റെ ടോക്കിംഗ് സ്റ്റൈല്, ഞാൻ പറയുന്നത് ഫെമിനിസം അല്ല, ഒരിക്കലും ഫെമിനിസം അല്ല. അത് നിങ്ങൾ അങ്ങനെ വിചാരിക്കാൻ പാടില്ല. ഇത് ഫെമിനിസം അല്ല. ഫെമിനിസം ബിഗ് ബോസ് ഹൗസിനകത്തോട്ട് കയറ്റിയിട്ട് കാര്യമില്ല, അതല്ല പറയണേ. ഷാമോൻ്റെ മനസ്സിൽ, ഷാമോൻ ഒരു വില്ലേജിൽ നിന്ന് വരുന്ന ആളാണ്. ആളുടെ മനസ്സിൽ ഒരു അങ്ങനെ എഴുതപ്പെട്ടു പോയതായിരിക്കാം. എന്തായാലും ആളുടെ ആ ഒരു സംസാരം ലേഡീസ് ഇങ്ങനെ ആവണം എന്നൊക്കെ അല്ലെങ്കിൽ അവൾ ശരിയല്ല എന്നൊക്കെ ഒരു ഫീലുള്ള പോലെയാണ് സംസാരിച്ചത്. അങ്ങനെയൊന്നും എടുത്തു പറഞ്ഞില്ല, പക്ഷെ ആളുടെ സംസാരത്തിൽ നിന്നും ആരോപണങ്ങളിൽ നിന്നും നമുക്കത് വ്യക്തമാകും. കാരണം നമ്മളൊക്കെ കുറേ ആരോപണങ്ങൾ കേട്ടിട്ടുള്ളതാണല്ലോ, നമുക്കറിയാം ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരുടെ എന്തുദ്ദേശത്തിലാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് അങ്ങനെയാണ് ഷാമോനെ ഫീൽ ചെയ്ത്. പുള്ളി ഒരു നല്ലൊരു പേഴ്സണാലിറ്റിയാണ്, പക്ഷെ ആളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു സാധനം കിടപ്പുണ്ടെന്ന് ഇന്നലത്തെ സംസാരത്തിൽ തോന്നി. അപ്പോൾ ഇങ്ങനെ ഈ സെഷൻ കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ഡിസ്ലൈക്സ് കിട്ടിയത് ഷിജിനായിരുന്നു. പിന്നെ 2 ലൈക്ക് വെച്ചിട്ട് ഷിബിനയ്ക്കും ലോലിറ്റയ്ക്കും ഷ്യാമിനും ഷിജുലാലിനും കിട്ടി. അപ്പോൾ ആ 2 ലൈക്ക് കിട്ടിയതിൽ നിന്നും വെച്ചിട്ട് ക്യാപ്റ്റനെ ആയിട്ട് ലോലിറ്റയാണ് അവർ ടീം സെലക്ട് ചെയ്തത്. പിന്നെ ഏറ്റവും കൂടുതൽ ഡിസ്ലൈക്ക് കിട്ടിയതുകൊണ്ട് ഷിജിനെ സെലക്ട് ചെയ്തു. ഇനി അപ്പോൾ ഷിജിനെ ഒരു ടീമിനെ വിളിച്ച് ഇവർ ടീമിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു. പക്ഷേ ഷിജിൻ ഡിസിഷൻ മേക്കിങ്ങിൽ ഏറ്റവും എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഷിജിൻ്റെ ആ സ്ട്രാറ്റജിയും ഗെയിമും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ. പക്ഷേ ഷിജിൻ പലയിടത്തും വീക്കാവുന്നുണ്ട്. ഷിജിൻ്റെ ഡിസിഷൻ മേക്കിംഗ് പലയിടത്തും തെറ്റുന്നുണ്ട്. ഷിജിൻ ഒരു ഫിസിക്കൽ ടാസ്ക് ആയിരിക്കും എന്ന് ഗസ് ചെയ്തുകൊണ്ടാണ് ആൾക്കാരെ വിളിച്ച് ടീമിൽ നിർത്തിയത്. കാരണം ഫിസിക്കൽ ടാസ്ക് കളിക്കാൻ പവർഫുൾ ആയ ആൾക്കാരെ മാത്രമാണ് വിളിച്ച് ടീമിൽ നിർത്തിയത്. പക്ഷെ അവർക്ക് കൊടുത്തിരുന്ന ടാസ്ക് ഒരു മെമ്മറി ഗെയിമായിരുന്നു. അതായത് ഒരു LED സ്ക്രീനിൽ ഒരു പിക്ക് കാണിക്കും, അതിനെക്കുറിച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അതിന് ആൻസർ പറയണം. പിന്നെ ഒരു 30 സെക്കൻഡ് കഴിഞ്ഞപ്പം അതിങ്ങനെ ഫ്ലിക്കറായിട്ട് കാണിച്ചു. അപ്പോൾ ആദ്യം കാണിച്ച ഇതിനകത്തുനിന്ന് ഒരേ പിക്ക് തന്നെയാണ്. 6 ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിൽ ആൻസർ പറയണവർ വിൻ ചെയ്യും, മറ്റേ ടീം പണിഷ് ചെയ്യും. ആദ്യം ബസർ അടിക്കുന്നവർ ആൻസർ പറയണം, മറ്റേ ടീം പണിഷ്മെൻ്റ് ഉണ്ടാവും. ഇനി ഇവർ പറയണത് തെറ്റാണെങ്കിൽ അടുത്ത ടീമിന് ആൻസർ പറയാം, അവർ പറഞ്ഞത് ശരിയാണെങ്കിൽ ഇവർക്ക് പണിഷ്മെൻ്റ് ഉണ്ടാവും. ഇനി 2 പേരും പറഞ്ഞത് തെറ്റാണെന്നുണ്ടെങ്കിൽ 2 പേർക്കും പണിഷ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഇതാണ് ടാസ്ക്. പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ, എന്താ വേപ്പില ജ്യൂസ്, പാവയ്ക്ക ജ്യൂസ്, ലെമൺ മാത്രം പിഴിഞ്ഞ് സാധനം, അങ്ങനെ പിന്നെ കട്ടൻ ചായ, ഉപ്പിട്ട കട്ടൻ ചായയോ അങ്ങനെ ഏതാണ്ട് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഇവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഫസ്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യനകത്ത് ലൊലീറ്റേൻ്റെ ടീമിൽ ആൻസർ പറയുന്നു. രണ്ടാമതും ഐ തിങ്ക് ലൊലീറ്റ തന്നെയാണെന്ന് തോന്നുന്നു. അങ്ങനെ എന്തായാലും ലൊലീറ്റയുടെ ടീമാണ് വിൻ ചെയ്യുന്നത്. 1 മാർക്കുള്ള ക്വസ്റ്റ്യൻസിൽ ലൊലീറ്റയുടെ ടീം വിൻ ചെയ്യുന്നു. സെക്കൻഡ് ലെവൽ ക്വസ്റ്റ്യനകത്ത് വിൻ ചെയ്യുന്നത് ലൊലീറ്റയുടെ ടീം തന്നെയാണ്. ലൊലീറ്റയുടെ ടീം വിൻ ചെയ്തു. അപ്പോൾ നേരെ ലൊലീറ്റയുടെ ടീം വിൻ ചെയ്തത് കൊണ്ട് തന്നെ ഷിജിൻ്റെ ടീം വളരെ പോയിന്റ് വ്യത്യാസത്തിൽ 2 പോയിന്റ് അവർക്ക് കിട്ടിയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ടീമിലെ എല്ലാവരെയും, അതായത് പറഞ്ഞ 2 ആൻസറും ശ്യാമാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ ശ്യാം ഒഴികെ ബാക്കി എല്ലാവരെയും ഔട്ട് ഹൗസിലേക്ക് അങ്ങോട്ട് പറഞ്ഞു വിട്ടു. അങ്ങനെ ഈ പെൻഡൻറ്റ് കിട്ടിയത് എൽദോയ്ക്കാണ്. എൽദോ ആണ് കൂടുതൽ ആൻസർ പറഞ്ഞത്. അപ്പോൾ എൽദോയ്ക്ക് ഒരു സൂപ്പർ പവർ കൊടുക്കുകയാണ് പെൻഡൻറ്റ് കിട്ടിയത് കാരണം. അതായത് ഈ ഷോ മൊത്തമായിട്ട് അനലൈസ് ചെയ്യാനുള്ളൊരു ചാൻസാണ് കൊടുത്തത്.
പക്ഷേ പുള്ളിക്കാരന് കൊടുത്തിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാക്കുകയാണ് ചെയ്തതെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം ഷോ മൊത്തം അനലൈസ് ചെയ്യാനും ആളെക്കുറിച്ച് പറയാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാൻസിൽ ഓരോ ആൾക്കാരെ കുറിച്ചിട്ടും അനലൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഗ്രാസ്പിംഗ് കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട്, എത്രത്തോളം വിലയിരുത്താനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നൊക്കെ ജഡ്ജസിന് മനസ്സിലാവുമായിരുന്നു. പക്ഷെ അത് നഷ്ടപ്പെടുത്തി. തന്നെക്കുറിച്ച് പുകഴ്ത്തി പറയണതിന് പകരം ഷോ മൊത്തത്തിൽ അനലൈസ് ചെയ്യുമോ, അല്ലെങ്കിൽ സോന ആരോപിച്ച കാര്യങ്ങൾ മാത്രം പോയിന്റ് ഔട്ട് ചെയ്യുകയോ ചെയ്തിരുന്നെങ്കിലും നന്നായിരുന്നു. പക്ഷെ ഇതൊന്നും ചെയ്തില്ല. ജഡ്ജസ് അത് അനലൈസ് ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ കാര്യങ്ങൾ പ്രൈസ് ചെയ്യാനും ഷോയുടെ ഒരു ഡീറ്റെയിലിങ്ങിലേക്ക് പോയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം അങ്ങനെ എലിമിനേഷൻ ഉണ്ടെന്ന് പറയുന്നു. എലിമിനേഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ഞെട്ടി. കാരണം 12 പേര് വെച്ചാൽ ഡെയിലി എലിമിനേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് എല്ലാവരെയും സെലക്ട് ചെയ്തിട്ട് ഇവരൊക്കെ ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്നതെന്ന് പ്രഖ്യാപിക്കും? അങ്ങനെയല്ലല്ലോ. ബിഗ് ബോസിൽ പോകുന്ന ആരൊക്കെയാണെന്ന് നമ്മൾ അറിയാൻ പാടില്ലല്ലോ. അന്ന് മാത്രമല്ലേ അറിയാൻ പാടില്ല. അങ്ങനെയായിരുന്നു അഗ്നിപരീക്ഷ തെലുങ്കിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം എന്തായാലും അവരെ വിളിച്ച് നിർത്തിയിട്ട് ഷിജിലാലിനെയും ഷാമോനെയും സേവ് ചെയ്തു. പിന്നെ അടുത്ത സേവ് ചെയ്ത താഷിയാണ്. ഷിജിനെ അഫിയാസോ എന്തോ ആ കുട്ടിയില്ലേ, കുറച്ച് ഒരു ഉണ്ട പോലെയുള്ള ഒരു കുട്ടിയില്ലേ, ആ കുട്ടി, അവർ രണ്ടുപേരും ആയിരുന്നു ഡേഞ്ചറിലായിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഒരാൾ ഒരാൾ ഔട്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറേ ഡ്രാമ കളിച്ചിട്ട് ഇന്ന് എലിമിനേഷൻ ഇല്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ എലിമിനേഷൻ ഇല്ലായിരുന്നു. അപ്പോൾ എന്നാലല്ലേ ശരിയാവും. 12 പേരെ വെച്ച് ഗെയിം കളിച്ച് ഒരു 2 പേരെ കൂടിയൊക്കെ എലിമിനേറ്റ് ചെയ്യുക. ഒരു വീക്കെൻഡൊക്കെ ആകുമ്പോൾ 2 പേരെ കൂടി അത്രയും ഇതിൽ ഗെയിമും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് 2 പേരെ കൂടിയൊക്കെ എലിമിനേറ്റ് ചെയ്യുന്ന ഒരു ന്യായം. അത് കഴിഞ്ഞിട്ട് ബാക്കി 10 പേരെ വെച്ചിട്ട് ഇത്ര പേരെ സെലക്ട്, അപ്പം നമുക്ക് എന്നാലല്ലേ ഒരു ആകാംക്ഷ കാണും. ഓക്കെ, അപ്പോൾ അത്രയായിരുന്നു ഇന്ന് മലയാളത്തിൽ സംഭവിച്ചത്. ഇനി നമുക്ക് തമിഴ് നോക്കാം. തമിഴിനകത്ത് വന്നു കഴിഞ്ഞാൽ വേറെ ഒന്നും കാര്യമായിട്ട് പറയുന്നില്ല. തമിഴിൽ ഇന്ന് ഡാൻസ് മാരത്തോൺ ആയിരുന്നു ഇത് ടാസ്ക് കൊടുത്തിരുന്നത്. ഈ ഡാൻസ് മാരത്തോണിൽ ആരി പറയുന്നുണ്ട്, ആരൊക്കെ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നൊക്കെ ചോദിക്കുമ്പോൾ കുറേ പേരൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഡാൻസ് അറിയുന്നവർക്ക് വേണ്ടിയുള്ള അല്ല, അറിയാത്തവർക്ക് വേണ്ടിയുള്ളതാണെന്ന് പറയുന്നത്. അതായത് നമ്മുടെ എല്ലാ ഈഗോയും മാറ്റി വെച്ചിട്ട് മറന്ന ആട് അവരാണ് വിന്നർ. ആ സ്റ്റെപ്പിലല്ല കാര്യം, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ കോൺഫിഡൻസ്, ഇതിലൊക്കെയാണ് കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ടീമൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് രാജുവിൻ്റെ ടീം പെഡറാപ്പും ആര്യയുടെ ടീം ഉള്ളൂറാട്ടക്കാരും, അങ്ങനെ 2 ടീം തമ്മിലായിരുന്നു കോമ്പറ്റീഷൻ. 4 സോളോ, ഓരോ ടീമിനും 4 സോളോ പെർഫോമൻസും 2 കപ്പിൾ പെർഫോമൻസും ഓരോ ഗ്രൂപ്പ് പെർഫോമൻസും, ഇങ്ങനെയായിരുന്നു ഇത്. അതിനകത്ത് ഇത് 2 ടീമിൽ നിന്നും ഓരോ വേസ്റ്റ് പെർഫോമറും ഓരോ ബെസ്റ്റ് പെർഫോമറും. അതായത് ഇന്ന് റെഡ് സ്റ്റാർ കിട്ടിയത് തടീശ്വരനും കരീഷ്മയ്ക്കും. ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൽ ബെസ്റ്റ് പെർഫോമർ ആരാണെന്ന് പറയുമ്പോൾ തടീശ്വരൻ പറയുന്നുണ്ട്, ഇല്ല ഞാൻ ഫുൾ എഫേർട്ട് ഇട്ടിട്ടും എനിക്ക് റെഡ് സ്റ്റാർ ആണ് കിട്ടിയത്, അതുകൊണ്ട് ഞാൻ പറയൂല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ജഡ്ജസ് അഡ്വൈസ് ചെയ്യുന്നുണ്ട്, ഒരു ടാസ്ക് തന്നാൽ ചെയ്യാൻ പറ്റാത്തവർ ബിഗ് ബോസിലേക്ക് കയറാൻ യോഗ്യരല്ല, എലിമിനേറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആളെ പറയുന്നുണ്ട്, അവനത് മനസ്സിലാക്കിയെടുത്തു. ഗ്രീൻ സ്റ്റാർ കിട്ടിയത് മണിവണ്ണനും ജോർജനും. അങ്ങനെ ഇത്രയായിരുന്നു ഇന്ന്. പിന്നെ ഇനി തെലുങ്കിലോട്ട് വരാം. തെലുങ്കിലോട്ട് വന്നു കഴിഞ്ഞാൽ തെലുങ്കിൽ എന്തായിരുന്നു എന്ന് വെച്ചാൽ പവർ കാർഡുമായിട്ട് 6 പേരും യെല്ലോ കാർഡുമായിട്ട് ജഡ്ജസ് നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു. അപ്പോൾ ശരിയായ പരീക്ഷ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞാണ് തെലുങ്കിൽ തുടങ്ങിയിരിക്കുന്നത്. ശരിയാണ്, ഇന്നലെ വരെ എൻട്രിക്കുള്ള ടാസ്കുകളും അതുപോലെ എൻട്രി കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിൽ ഗാർഡനുള്ള ടാസ്കുകളായിരുന്നു, അതെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം പവർ കാർഡൊക്കെ യൂസ് ചെയ്ത് ഗെയിം കളിക്കാനുള്ള റിയൽ ടാസ്ക്, റിയൽ അഗ്നി പരീക്ഷ സ്റ്റാർട്ട് ചെയ്തു. സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാക്കി കളിക്കാമെന്ന് ജഡ്ജസ് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് വന്നിട്ട് ഫസ്റ്റ് ഫയർ കാർഡ് കിട്ടിയത് രാജകുമാരിക്കാണല്ലോ. രാജകുമാരിക്ക് കിട്ടിയത് റിവേഴ്സ് ദ ഡിസിഷൻ പവർ കാർഡാണ് കിട്ടിയത്. എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് ഇന്നത്തെ ഗെയിമിൽ. അങ്ങനെ ഇവർക്കൊരു ടാസ്ക് കൊടുക്കുകയാണ്, ബാഹുബലി എന്ന് പറഞ്ഞിട്ട് ഒരു ഫിസിക്കൽ ടാസ്ക്കാണ് ബാഹുബലി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ടാസ്കിൽ ഫസ്റ്റ് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന അവരോട് പറയുന്നുണ്ട്, ടീമിൽ ആര് വിൻ ചെയ്താലും ബെസ്റ്റ് പെർഫോമർക്ക് മാത്രമേ വോട്ട് അപ്പീലിനുള്ള ചാൻസ് കിട്ടൂ, അത് ആർക്ക് കൊടുക്കണം എന്നുള്ളത് അവർ ടീം ലീഡറിന് തീരുമാനിക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവരെ വിളിച്ചിട്ട് രോഹിത്തിനെ മിഥിലേഷിനെ വിളിക്കുന്നുണ്ട് ആണ് വരുന്നത്. ബോയ്സിന്ന് 2 പേരും ഗേൾസിന്ന് 2 പേരും വരാമെന്ന് പറയുമ്പോൾ രോഹിത്തും മിഥിലേഷും ആണ് വരുന്നത്. അങ്ങനെ രോഹിത്തും മിഥിലേഷും വന്നിട്ട് ആം റെസ്ലിംഗ് ആയിരുന്നു. അതിൽ രോഹിത്ത് ജയിച്ചു. മറ്റേ ഗേൾസ് വന്നത് അപൂർവയും സൃഷ്ടിയാണ്, അതിൽ സൃഷ്ടി ജയിച്ചു. ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ടീം പിരിക്കാൻ വേണ്ടിയുള്ള ഗെയിം. അതിൽ ഗേൾസ് വേഴ്സസ് ബോയ്സ് ആയിരുന്നു. ഒന്നുമില്ല, ഒരു മ്യൂസിക്കൽ ചെയർ. ആദ്യം ഓടി വന്നിരിക്കുന്ന ആളിന് റെഡ് ടീമിൽ, അത് സ്ട്രോങ് ടീമിലേക്ക് പോകും. അയാൾക്ക് വീക്ക് പ്ലെയറിനെ നോമിനേറ്റ് ചെയ്തിട്ട് ഗ്രീൻ ടീമിലേക്ക് വിടാം. അങ്ങനെയായിരുന്നു. അങ്ങനെ ഇവർ ഓരോരുത്തരായിട്ട് വന്നിട്ട് വിൻ ചെയ്തവർ അങ്ങനെ പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് സഞ്ചാലകമായിട്ട് വന്നിട്ടുള്ള ഗായത്രിയുടെ ഡിസിഷൻ തെറ്റായിരുന്നു. കാരണം അവനായിരുന്നു ശരിക്കും, പക്ഷെ അവൾ രോഹിത് എന്ന് പറഞ്ഞു. തെറ്റായിരുന്നു. അതൊക്കെ അവർ നോട്ടീസ് ചെയ്തിട്ടുണ്ട്.
എനിവേസ് അപ്പോൾ സഞ്ചാലകമായിട്ട് ഓരോരുത്തരെ മാറ്റി മാറ്റി വരുത്തുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് 7 പേര് ബോയ്സിൻ്റെ ടീമിലും സ്ട്രോങ് ടീമിലും 8 പേര് വീക്ക് ടീമിലും വന്നു. അപ്പോൾ സ്ട്രോങ് ടീമിനൊരു പവർ കൊടുക്കുകയാണ്, നിങ്ങൾ വീക്ക് ടീമിൽ നിന്നും ഒരാൾക്ക് യെല്ലോ കാർഡ് കൊടുക്കണം, ഇപ്പോൾ തന്നെ ഡേഞ്ചർ സോണിൽ വിടണം. നിങ്ങൾ വീക്ക് ആരാണെന്ന് നിങ്ങൾ ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കാൻ പറയുന്നു. അവർ ഡിസ്കസ് ചെയ്തിട്ട് ഗായത്രിയെ സെലക്ട് ചെയ്യുന്നു, ഗായത്രിക്ക് യെല്ലോ കാർഡ് കൊടുക്കുന്നു. അപ്പോൾ യെല്ലോ കാർഡ് കിട്ടിയത് ഗായത്രിക്കാണ്. അപ്പോൾ ഡയറക്റ്റ്ലി അവൾ എവിടോട്ട് പോയി? ഡേഞ്ചർ സോണിലോട്ട് പോയി. ഡയറക്റ്റ്ലി ഡേഞ്ചർ സോണിലോട്ടേക്ക് ആൾ പോയി. പിന്നെ അവൾക്ക് ഒരു പവർ കൊടുക്കുകയാണ്. ചോദിക്കുന്നുണ്ട്, ഇപ്പം യൂസ് ചെയ്യുന്നുണ്ടോ പവർ കാർഡെന്ന് രാജകുമാരിയോട് ചോദിക്കുന്നുണ്ട്. രാജകുമാരി ഇല്ല, ഇപ്പം യൂസ് ചെയ്യുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെ ക്യാപ്റ്റനെ ഡിസൈഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഗായത്രിക്ക് കൊടുക്കുകയാണ്. ഗായത്രി ആ ചാൻസ് യൂട്ടിലൈസ് ചെയ്ത് ക്യാപ്റ്റൻസിനെ തിരഞ്ഞെടുക്കുകയാണ്. ഗായത്രി സെലക്ട് ചെയ്തത് ദീപക്കിനെയും മറ്റേ ക്യാപ്റ്റനായിരുന്നു രോഹിത്തിനെയാണ് സെലക്ട് ചെയ്തത്. സ്ട്രോങ് ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് രോഹിത്തും വീക്ക് ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് ദീപക്കിനെയാണ് സെലക്ട് ചെയ്തത്. അങ്ങനെ ഇവരോട് 2 പേരോടും ചോദിക്കുന്നുണ്ട്, വീക്കസ്റ്റ് പ്ലെയർ ആരാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രോഹിത് പറയുന്നത് രാജകുമാരിയുടെ പേരാണ്, ദീപക് പറയുന്നത് രാമകൃഷ്ണയുടെ പേരാണ്. രാമകൃഷ്ണ ഇതിനകത്ത് ഏറ്റവും വീക്കസ്റ്റ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഒരു ടാസ്കിലും പുള്ളിയുടെ ഒരു കോൺട്രിബ്യൂഷൻ നല്ല ഒരു മെമ്മറി ടാസ്ക് കൊടുത്തപ്പോൾ 2 പോയിന്റാണ് അതിൽ കിട്ടിയത്. ഇനി ടാസ്ക് നമ്മൾ കഴിഞ്ഞ ദിവസം കന്നഡയിൽ ഗ്രൂപ്പ് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി കൊടുത്ത ടാസ്കിൻ്റെ ഒരു അതേ സംഗതി തന്നെ, പക്ഷെ ഇവിടെ മെമ്പേഴ്സ് കൂടുതലുണ്ട്, ചെറിയ ഒരു വേർഷൻ ചേഞ്ചും ഉണ്ട്. എന്ന് വെച്ചാൽ എല്ലാവരും റൗണ്ടായിട്ട് നിൽക്കും. അപ്പോൾ ആ റൗണ്ടായിട്ട് നിൽക്കുന്ന നമ്പർ ക്യാപ്റ്റൻസിന് അസൈൻ ചെയ്യാം. അപ്പോൾ അവരവരുടെ പോഡിയത്തിന് കുറേ പോഡിയം ഉണ്ട്, അവരവരുടെ പോഡിയത്തിന് മുകളിൽ വെച്ചിട്ടുള്ള കീ എടുത്തിട്ട് ലോക്ക് തുറക്കണം. ഈ ലോക്ക് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒരു ഇത് കെട്ടിയിട്ടുണ്ട്. അത് നമ്മൾ കന്നഡയെ കണ്ട അതേപോലെ തന്നെ അത് പുറകിൽ എല്ലാവരെയും കൂടെ സെൻറ്റർ ചെയ്തിട്ട് ലോക്ക് ചെയ്തിടും. അവിടെയാണ് കീസ് ഉള്ളത്. ഈ കീസ് താക്കോലുള്ളത്, ലോക്കുള്ളത്. ഈ കീസ് എടുത്തിട്ട് ലോക്ക് തുറക്കണം. അപ്പോൾ അറിയാമല്ലോ, എല്ലാവരും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നിൽക്കുക, അവനവൻ്റെ പോഡിയത്തിലേക്ക് എത്തണം, അവിടെ നിന്ന് എടുക്കണം. അങ്ങനെ ഇവർ കളിച്ചു. അതിനിടയ്ക്ക് രോഹിത് അൺഫെയർ ആയിട്ട് കൈയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, റൂൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അവിടെ അത് പോസ് ചെയ്തിട്ട് വീണ്ടും ചെയ്യുവാണ്. എങ്ങനെയായാലും വിന്നിങ് ടീം റെഡ് ടീമാണ് വിന്നിങ് ആയത്. അത് സ്ട്രോങ് ടീം വിൻ ചെയ്തു. അപ്പോൾ ഇതിൽ രാജകുമാരിയുടെ പവർ കാർഡിൻ്റെ വാലിഡിറ്റി ഇന്ന് അവസാനിക്കുന്നത് കൊണ്ട് ഇന്ന് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൾ പറയുന്ന ആദ്യം ഈ വോട്ടിംഗ് പറയുമല്ലോ, അത് പറഞ്ഞു കഴിഞ്ഞാൽ ആരായാലും ആ വോട്ടിംഗ് അപ്പീലിനുള്ള ചാൻസ് ഞാൻ എടുക്കും. അതാണ് അവളുടെ ഇത്. അപ്പോൾ രോഹിത്തിനെ വിളിക്കുന്നുണ്ട്. ഫസ്റ്റ് ജയിച്ച ടീം ക്യാപ്റ്റൻ എന്ന നിലയിൽ രോഹിത്തിനെ വിളിക്കുന്നു. രോഹിത് സൃഷ്ടിക്ക് ചാൻസ് കൊടുക്കുന്നു. പക്ഷേ റിവേഴ്സ് പവർ കാർഡ് ഉപയോഗിച്ചിട്ട് ആ ചാൻസ് മാറ്റി സ്വന്തം പേരിലേക്ക് ആക്കുന്നു രാജകുമാരി വോട്ട് അപ്പീൽ ചെയ്യുന്നു. ദെൻ മോസ്റ്റ് വാല്യുബിൾ പ്ലെയറും വേഴ്സ്റ്റ് പ്ലെയറിനെയും സെലക്ട് ചെയ്യുന്നത് ജഡ്ജസ് ആണ്. ഇവിടെ നമ്മുടെ ടാർഗറ്റ് ചെയ്യാനുള്ള ഒരു അവസരം അവർക്കില്ല. ആർക്ക്? കണ്ടസ്റ്റൻസിനില്ല. ഇവരാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് അവർ സൃഷ്ടിക്കാണ് ഇത് കൊടുക്കുന്നത്, സ്റ്റാർ കൊടുക്കുന്നത് സൃഷ്ടിക്കാണ്. കാരണം സൃഷ്ടി നന്നായി കളിച്ചു എന്ന് മാത്രമല്ല, സൃഷ്ടി അവളുടെ കീ കയ്യിൽ കിട്ടിയിട്ട് വേറെ ആൾ തട്ടിയെടുത്ത് പോയി. അപ്പോൾ അത് അഭിജിത്ത് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് അഭിജിത്ത് കയ്യിൽ കൊടുക്കാതെ പോഡിയത്തിൽ വെക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവിടെ വാദിക്കൊന്നും ഇല്ലാതെ ശരി ഞാനത് ഓക്കെ ആണെന്ന് പറയുന്നു. എന്നിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് 2ാമതോ 3ാമതോ ആയിട്ട് ആ പൊസിഷനിൽ ജയിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സൃഷ്ടി ശരിക്കും അർഹയാണ്. അപ്പോൾ സൃഷ്ടിക്ക് അതുകൊണ്ട് തന്നെ വോട്ട് അപ്പീൽ ചെയ്യാനുള്ളൊരു ചാൻസും കിട്ടി. ദെൻ യെല്ലോ കാർഡ് കൊടുത്തത് രോഹിത്തിനാണ്. ബിക്കോസ് റൂൾ ബ്രേക്കിംഗ് ഒരു പാർഷ്യാലിറ്റിയും കാണിച്ചിട്ടില്ല. റൂൾ ബ്രേക്കിംഗ് ചെയ്ത ടീം ലീഡറായിരുന്നു, എന്നിട്ടും റൂൾ ബ്രേക്ക് ചെയ്ത്. കഴിഞ്ഞ ദിവസം അവനോട് കളിച്ചപ്പോഴും പുള്ളിക്കാരൻ റൂളൊക്കെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൂൾ ബ്രേക്കിങ്ങിന് യെല്ലോ കാർഡ് കൊടുത്തു. അങ്ങനെ ഇന്ന് യെല്ലോ കാർഡ് കിട്ടി ഡേഞ്ചർ സോണിലായിട്ടുള്ള 2 പേരാണ്. കണ്ടസ്റ്റൻസ് സെലക്ട് ചെയ്ത ഗായത്രി, അതുപോലെ ജഡ്ജസ് സെലക്ട് ചെയ്ത രോഹിത്തും. പിന്നെ 2 കണ്ടസ്റ്റൻസിന് അവിടെ ഇതൊക്കെ കൊടുക്കുന്നുണ്ട്, ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട്. അതായത് ഗോൾഡ്
എന്താ അതിൻ്റെ പേര്, ഗോൾഡ് ഡ്രോപ്പ് ഓയിലിൻ്റെ ഒരു ബ്രാൻഡ് ടാസ്ക് കൊടുക്കുന്നുണ്ട്. അത് ഗായത്രിയും ഭാഗ്യമാണ് ചെയ്യുന്നത്. രണ്ടുപേർക്കും ഗിഫ്റ്റ് ഹാമ്പറൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ എനിക്ക് ഇതിൽ കമ്പാരിസൺ ആയിട്ട് പറയാനുള്ളത് ഗെയിം ടാസ്ക് ഒക്കെ നല്ല സ്ട്രോങ് ആയിട്ട് പോകുന്നുണ്ട്. കന്നഡയാണെങ്കിലും തെലുഗു ആണെങ്കിലും. തമിഴായിരുന്നെങ്കിൽ നമുക്ക് കാണാനും നല്ല രസകരമായിട്ടുള്ള ടാസ്ക് ആയിരുന്നു. പവർഫുൾ ടാസ്ക് എന്ന് പറയാനില്ല, പക്ഷെ അവർ ഇവരുടെ കോൺഫിഡൻസ് ലെവലും അതുപോലെ ആറ്റിറ്റ്യൂഡും ഒക്കെ ടെസ്റ്റ് ചെയ്യാനുള്ളൊരു ടാസ്ക്കാണ് ഡാൻസ് മാരത്തോൺ എന്ന് പറയുന്നത്. അവിടെ അവരുടെ തമ്മിലുള്ള ഒരു കോർഡിനേഷൻ ഒക്കെ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ടാസ്ക്കാണ് ഡാൻസ് മാരത്തൺ. അത് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. മലയാളത്തിൽ വൈകിയാണെങ്കിലും പേഴ്സണാലിറ്റി ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. നല്ല കാര്യം, നല്ല പുരോഗമനം. ഇതുപോലെ ടാസ്കുകൾ മാത്രം അല്ലാതെ ഇതുപോലെയുള്ള കാര്യങ്ങൾ കൂടി ടെസ്റ്റ് ചെയ്യണം. അത് തുടക്കത്തിൽ ചെയ്ത് കുറേ പേര് ഔട്ടായി പോയതിലൊരു വിഷമമുണ്ട്. കാരണം ക്യാപ്പബിൾ ആണെന്ന് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ള പലരും മെൻ്റൽ ടാസ്ക് മൈൻഡ് ഗെയിം ചെയ്യാത്തത് കൊണ്ടും പേഴ്സണാലിറ്റി ടെസ്റ്റ് ചെയ്യാത്തത് കൊണ്ടും കുറേ പേര് പുറത്ത് പോയിട്ടുണ്ട്. അതിൽ നമുക്ക് നല്ല വിഷമമുണ്ട്. അവർക്കും കൂടെ ഒരു ചാൻസ് ആവുമായിരുന്നു ഇത് ഇങ്ങനത്തെ കാര്യങ്ങൾ ആദ്യം ചെയ്തിരുന്നെങ്കിൽ എന്നൊരു അഭിപ്രായമുണ്ട്. എന്തായാലും നല്ല രീതിയിൽ അഗ്നിപരീക്ഷയൊക്കെ മുമ്പോട്ടേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ഇനി തുടങ്ങാൻ അധിക ദിവസങ്ങളൊന്നുമില്ല. സെപ്റ്റംബർ 6 ലോഞ്ചിങ് ആണ്. 6 ഭാഷയിലും ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഈഗേളി വെയിറ്റിംഗ് ആണ് ആരൊക്കെയാണ് കയറുന്നതെന്ന്. കന്നഡ പ്രഖ്യാപിച്ചു കഴിഞ്ഞു 3 പേരെ ഹൗസിൽ കയറുള്ളൂ എന്ന്. തെലുഗു 3 4 എന്ന് പറഞ്ഞത് എനിക്കത് കൃത്യമായിട്ട് ഓർമ്മയില്ല. അല്ല ഇനി പറഞ്ഞോന്നും ഓർമ്മയില്ല, എനിക്കറിയില്ല. തമിഴിൽ പറഞ്ഞിട്ടുണ്ട് 3 പേരെന്നാണ് തമിഴിൽ പറഞ്ഞിട്ടുള്ളത്. 22 പേരിൽ 3 പേര് മാത്രമേ കയറുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിൽ കറക്റ്റ് കൗണ്ട് പറഞ്ഞിട്ടില്ല. ഓരോ ആൾക്കാർ ഗസ് ചെയ്തിട്ട് 5 6 7 8 ഒക്കെ പറയുന്നുണ്ട്. കാരണം പലരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, റിവ്യൂവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കോമൺ മാൻ വേഴ്സസ് സെലിബ്രിറ്റീസ് കഴിഞ്ഞ തെലുഗു സീസണിലുള്ളത് പോലെ ആയിരിക്കും. അതുകൊണ്ട് 6 7 8 ഒക്കെ കയറുമെന്ന് പറയുന്നു, അറിയില്ല. എനിവേയ്സ് നമുക്കത് കാത്തിരുന്ന് കാണാം എത്ര പേര് കാണുമെന്ന്. അപ്പോൾ നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങളത് എൻ്റെ ഇത് യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ എനിക്ക് കമൻസും ലൈക്കും ഒക്കെ വേണം. ഈ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് ഫോളോ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ വേറൊന്നുമില്ല. നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, നന്ദി, നമസ്കാരം.